നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ, എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം, എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്ന് മോദമാ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് യൂദയുടെ ലേഖനം 5-ാം വാക്യം വായിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീം ദേശത്തു നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദ വീണ്ടും എടുത്ത് ഓർപ്പിച്ച് ഉണർത്തുന്ന ആ തിരുവചന വാക്കുകൾ നാം ശ്രദ്ധിക്കണം. മുന്നറിയിപ്പുകൾ എന്ന വണ്ണം വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. അതിപ്രധാനമായ വസ്തുതകളാണ് മുന്നറിയിപ്പ് എന്ന വണ്ണം വേദപുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവഗണിച്ചു പോയാൽ അത് അപകടമാണ് എന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ കണ്ടതായ ഒരു ജനമാണ് ഇസ്രായേൽ ജനം. അവർ ഗോശൻ ദേശത്ത് വളരെ ശക്തരായി ദൈവിക ബന്ധത്തിൽ അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർക്കെതിരായ പീഡകൾ ഫറവോൻ ആരംഭിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവർ ശക്തരാണെന്ന് ഫറവോന് തോന്നിയപ്പോഴാണ് അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയത്. അത് ഫറവോൻ തന്നെ പറയുന്നുണ്ട്, ഒരു യുദ്ധം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടായാൽ അവർ നമ്മെ തോൽപ്പിക്കും. അപ്പോൾ അവരുടെ പുരുഷ സന്താനത്തെ മുഴുവൻ ഇല്ലാതെയാക്കുവാൻ ഒരു തന്ത്രത്തിലൂടെ ആദ്യം പണി നടത്തി. എന്നാൽ ആ തന്ത്രം വേണ്ട വിധത്തിൽ അത് ഫലിപ്പാൻ ഇടയായില്ല. കാരണം മറ്റൊന്നുമല്ല, അതിന് നിയോഗിച്ച വ്യക്തികൾ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ അവർ വാസ്തവത്തിൽ ഫറവോന്റെ മുൻപിൽ ചെന്ന് കള്ളം പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ദൈവഭയം അവരുടെ ഉള്ളിൽ ദൈവം നൽകി.
അടുത്തതായ വഴി ഫറവോൻ നോക്കുകയാണ്. അങ്ങനെയാണ് തലമുറയെ, ആൺ തലമുറയെ എന്ത് ചെയ്യണം? നദിയിൽ എറിഞ്ഞു കളയണം, ഇല്ലാതെയാക്കണം. ആ കാലത്തിലാണ് ആര് ജനിക്കുന്നത്? മോശ ജനിക്കുന്നത്. മാതാപിതാക്കൾ അവനെ കരത്തിൽ കിട്ടിയപ്പോൾ അവരുടെ ഉൾക്കണ്ണ് തുറന്നു. ഇവൻ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കേണ്ടവനാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. 3 മാസം ഒളിച്ച് സൂക്ഷിച്ചു. സൂക്ഷിക്കാൻ പറ്റാതെയായപ്പോൾ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി അകത്തും പുറത്തൊക്കെ കീല് തേച്ച് അതിൽ ഈ തലമുറയെ കെടുത്തി എന്ത് ചെയ്തു? ഒഴുക്കിക്കളഞ്ഞു. അപ്പോൾ അതേ സമയത്ത്, അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ശ്രദ്ധിക്കണം. ഇവർ പെട്ടകമുണ്ടാക്കുന്നു, അത് തലമുറയെ ഒഴുക്കിക്കളയുവാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ വെക്കുന്നു. അതേ സമയത്ത് വീട്ടിൽ സ്ഥലമില്ലാത്ത ഒരു സഹോദരി കുളിക്കാൻ വേണ്ടി വരികയാണ്. ശ്രദ്ധിക്കണം. ഇഷ്ടം പോലെ ഏതു നിലയിൽ വേണമെങ്കിലും കുളിക്കുവാൻ സൗകര്യമുള്ളതായ ഒരു വാത്സല്യ സഹോദരി അന്നൊരു തോന്നല് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് കുളിക്കണം. അപ്പോൾ ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കുവാൻ ശത്രു പ്ലാൻ ചെയ്തപ്പോൾ അതേ വ്യക്തിയെ സംരക്ഷിക്കുവാൻ അതേ ഭവനത്തിൽ അതേ ഇടത്ത് ദൈവം പ്ലാൻ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവ പൈതലിനെതിരായിട്ട് എവിടെ നിന്ന് കരമുയരുന്നുവോ അവിടെ നിന്ന് തന്നെ ആ ദൈവ പൈതലിന് വേണ്ടി ഹല്ലേലൂയ സംരക്ഷണ വലയമൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും കൂടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ശത്രുവിനെ മാത്രമേ കാണുന്നുള്ളൂ, മിത്രത്തെ എന്ത് ചെയ്യുന്നില്ല. ആമേൻ. ശത്രുവിനെ പെട്ടെന്ന് കാണും, മിത്രത്തെ എന്ത് ചെയ്യില്ല, കാണില്ല. അതിനുള്ള കണ്ണ് പലപ്പോഴും ഉണ്ടാകാറുമില്ല. ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല, അതാ കാരണം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ വെറുതെ പറയുന്നതല്ല, യഹോവയിൽ ആശ്രയിക്ക, യഹോവയിൽ തന്നെ ആശ്രയിക്ക. ദൈവ പൈതലേ, നിനക്കു വേണ്ടി വഴി തുറക്കുവാൻ, നിനക്കു വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരുവനാണ് നിന്നെ വിളിച്ചതെന്ന്, നിന്നെ കണ്ടതെന്ന് ഒരു ബോധ്യം നിനക്കുണ്ടാകട്ടെ. അത് ഹൃദയത്തിനകത്തേക്ക് അങ്ങ് കയറട്ടെ. ഹല്ലേലൂയ. വെറുതെ വിളിച്ച് നിന്നെ ഈ ഭൂമിയിൽ നിർത്തിയതല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചുമ്മാതല്ലേ. പക്ഷെ നമുക്ക് അതൊന്നും കാണാൻ കണ്ണില്ല. നമുക്ക് കാണാൻ ആകെ കണ്ണുള്ളത് നമേണമേ 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 ഇതേ ഉള്ളൂ. അപ്പൊ പറയാ, അത് തീർന്നിട്ട് വേണ്ടേ ബാക്കി കാര്യത്തിലേക്ക് നോക്കാൻ. അത് തീരുന്നില്ലല്ലോ. അത് ആയുസ് മുഴുവൻ തീരുകയുമില്ല. സ്തോത്രം. എന്നാൽ അത് വിട്ട് ചില സമയം എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്നിരിക്കാൻ കണ്ടെത്തണം. കണ്ടെത്തി കഴിയുമ്പോൾ കണ്ണെന്ത് ചെയ്യും? തുറക്കും. ചിലതങ്ങ് ആ ഇരുണ്ട് മൂടിക്കിടക്കുന്ന എന്ത് ചെയ്യും? അതങ്ങ് മാറും. മാറിക്കഴിയുമ്പോൾ വെളിച്ചങ്ങ് പ്രകാശിക്കും. പ്രകാശിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ അടുത്ത വഴികളെ ദൈവം തുറന്നു തരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന്
അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചക പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചു. ആമേൻ. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ടെത്തി എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ചില പ്രവൃത്തി ഉണ്ടാകും. ഒന്ന് വായിച്ചേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമാണ്. എന്താണ്? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായേ? 15-ാം അധ്യായത്തിലാണത്. അപ്പൊ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ വചനം കണ്ടെത്തി എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ആമേൻ. ഒന്ന് അയവരക്കണം, അതിലേക്കൊന്ന് ശ്രദ്ധ പതിക്കണം. ആമേൻ. അത് പതിക്കേണ്ടതുപോലെ പതിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ തടയുവാൻ ശത്രുവായവൻ കൊണ്ടുവന്നിട്ടതായ ചില ചിന്തകൾ, ചില പദ്ധതികൾ ഹൃദയത്തിനകത്തു നിന്ന്, ചിന്താ മണ്ഡലത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട്, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഇങ്ങനെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരുവനാണ് നിന്നെ വിളിച്ചതെന്ന് ഒരു ബോധ്യം അകത്തുണ്ടാകുമ്പോൾ അന്ധകാര ശക്തി വഴിമാറും. അത് മാറിക്കഴിയുമ്പോ സന്തോഷം ഉണ്ടാവും. ഇതിങ്ങനെ മൂടുപടം വിട്ടേക്കല്ലേ? ഇത് മൂടുപടം കിടക്കുന്നിടത്തോളം കാലം നാളെ അങ്ങനെ ആയാലോ, ഇങ്ങനെ ആയാലോ, ഇതും ചിന്തിച്ച് വലഞ്ഞെന്ത് ചെയ്യുക? ഇരിക്കുക. ആ മൂടുപടം മാറിക്കഴിഞ്ഞപ്പോ എന്തുണ്ടായി? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. നിന്റെ വചനങ്ങൾ. അതെന്താണ്? ആ വെളിച്ചമുള്ളതായ വചനം. അത് നിന്റെ വഴിയിൽ പ്രകാശിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, മൂടിക്കിടന്നതായ, ഇരുട്ട് മറച്ചിട്ടതായ, ഹല്ലേലൂയ, ചില അവസ്ഥകളെ ദൈവാത്മാവ് തുറന്നു കാട്ടുകയാ. അന്ധകാര ശക്തി വഴിമാറുകയാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ജയമെടുക്കുകയാ. കുട്ടനെ കാത്തതില് അവന്റെ പ്രവൃത്തികൾ താകരട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വാഹനം ഓടിച്ചു പോകുന്ന ചില സമയത്ത് ഒരു പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ, ഒരു സംഘർഷം പോലെ ഉണ്ടാകുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യം, ദൈവത്തിൽ നിന്ന് ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കി പിയാജിനോടൊരു പനപിയായി, നീ പോയി പണി നോക്കാൻ പറയും. കാരണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവ പൈതല്ലേ അപായപ്പെടുത്തണം എന്ന പദ്ധതിയുമായി പനപിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അസാധാരണ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് വചനം പറയുന്ന വാക്കിങ്ങനെയാണ്, ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റിക്കൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്താ ഹല്ലേലൂയ മേപ്പോട്ട് നോക്കിക്കൊണ്ട് ഒരുത്തൻ നടക്കുക. അവനിട്ട് ഒരെണ്ണം അങ്ങ് കൊടുത്തു, താണ്ട കിടക്കുന്നു. ആരായിരുന്നു? പേരിനവൻ ദൈവവേദിയിലായിരുന്നു. അവൻ മേപ്പോട്ട് നോക്കി നടക്കുക. അപ്പൊ യാതിന് മനസ്സിലായി ഇവന് ദൈവമായിട്ട് ബന്ധമില്ല, കൊടുത്തൊരെണ്ണം മൂക്കും കുത്തി എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിക്കുന്ന, ഞാൻ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഹൃദയത്തിനകത്ത് നല്ലൊരു ഉറപ്പുണ്ടാകും. ഹല്ലേലൂയ. ഒരു വ്യക്തത ഉണ്ടാകും. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്, ഉഷ്ണം തട്ടുമ്പോൾ എന്ത് ചെയ്യില്ല? പേടിക്കില്ലെന്ന്. എന്ത് ചെയ്യില്ല? ചെറിയ ഇത് വന്നപ്പോൾ അങ്ങനെയല്ല. ഈ ദൈവ വൈതലെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക ബന്ധം നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ധൈര്യത്തോടു കൂടെ പറയണം, കുഞ്ഞപ്പനോട് നീ പോയി പണി നോക്കാൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ ശരീരം എന്നുള്ള നിലയിൽ ക്ഷീണമൊക്കെ ഉണ്ടാകും.
അതുണ്ടാകും. എന്നാൽ ഇത് ജഡമാണല്ലോ, ഇത് കല്ലൊന്നുമല്ല. എന്നാൽ അവിടെയും ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്, അവിടെയും താങ്ങുന്ന ഒരുവനുണ്ട്, അവിടെയും നിർത്തുന്ന ഒരുവനുണ്ട്, അവിടെയും കരുതുന്ന ഒരുവനുണ്ട്. അവിടെ പറയുന്ന അടുത്ത ഭാഗം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു ദൈവമായുള്ള ബന്ധത്തിൽ നിന്നെ നിർത്തിയിരിക്കുന്ന എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവരെ എന്ത് ചെയ്തു? പിന്നത്തേതിൽ നശിപ്പിച്ചു. എല്ലാവരും വിളിക്കപ്പെട്ടവരാ. എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലൊന്ന് വായിക്കുക. നോക്കിയിരിക്കാതെ വായിക്കുക. എങ്ങനെ എല്ലാവരും ചേർന്നാ പറയുന്നത്? ഒരു വ്യക്തി പോലും മാറാതെ എല്ലാവരും ചേർന്നു. ഇനി അടുത്തത്, എല്ലാവരും. ആ പദം ശ്രദ്ധിക്കണം. എല്ലാവരും ഒരേ ആത്മീക ആകാരം, വേറെ വേറെയല്ല. കൊച്ചമ്മയ്ക്ക് വേറെ, കുഞ്ഞുമോളാണ്ടിക്ക് വേറെ, മഞ്ജുവിന് വേറെ, അങ്ങനെയല്ല. ഒരേ ആത്മീക ആകാരം എല്ലാവരും ഭക്ഷിച്ചു, പാനം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. അടുത്തത്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അതിന് താഴെ പറയുകയാണ്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. തുറക്കപ്പെട്ടതായ പാറ, അടിക്കപ്പെട്ടതായ പാറ, ആ പാറയിൽ നിന്ന് കുടിച്ചത്. യഥാർത്ഥമായി നീ പാനം ചെയ്തെങ്കിൽ, യഥാർത്ഥമായി നീ ഭക്ഷിച്ചെങ്കിൽ മരണം നിനക്കില്ലെന്ന്, പരാജയം നിനക്കില്ലെന്ന്, വിജയം നിന്റെ അവകാശമെന്ന്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. വചനം കാണാപ്പാടം അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആ വചനം ഒരു വിഷയം മുൻപിൽ വരുമ്പോൾ ആ വചനം ആക്റ്റീവ് ആകേണ്ടത് ആ സമയത്താണ്. ജിയോ സിമ്മിനകത്തൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് എത്ര പ്ലാനുകൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. പൈസ കൊടുത്ത് ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിയുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആക്റ്റീവ് ആകും. അതിലൊരു പ്ലാൻ വർക്കായി നടക്കുമ്പോൾ തന്നെ അടുത്ത പ്ലാൻ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ പ്ലാൻ കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്തത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്റ്റീവ് ആകും. അത് ആക്റ്റീവ് ആകണമെങ്കിൽ മുൻകൂട്ടി സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നതുപോലെ വചനം നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ട് അവിടെ ഡെഡായി കിടക്കുകയല്ല, ആവശ്യ സമയത്ത് എന്ത് ചെയ്യണം, അത് ആക്റ്റീവ് ആകണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആവശ്യ സമയത്ത് അത് ആക്റ്റീവ് ആകുന്നില്ലെങ്കിൽ അത് ഡെഡാണെന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ, ഹല്ലേലൂയ. എടാ, ഈ ലോകത്തിലൊരു ഒരു ടെലികോം കമ്പനി അവരിങ്ങനെ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അനുഗ്രഹിക്കപ്പെട്ടതായ സിസ്റ്റം ഹല്ലേലൂയ നമ്മുടെ കരങ്ങളിൽ നൽകിയ മാറ്റമില്ലാത്ത വചനം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിക്കുന്ന ദൈവവൈതലേ, ഒരു പ്രയാസം നിന്റെ മുൻപിൽ വരുമ്പോൾ ഹല്ലേലൂയ കഷ്ടങ്ങളിൽ അവരെ ഏറ്റവും അടുത്ത തുണയാറുണ്ട് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഭവസ്ഥർ പറഞ്ഞ വചനം ഹല്ലേലൂയ ഏറ്റു പറയുവാൻ ഒരു തന്റെ നിനക്കുണ്ടാകണം. ഈ പൈശാചിക ശക്തിയെ, ഈ ദുഷ്ട ആത്മാവേ, എന്റെ കൂടെ
വായും കൂട്ടിയിരിക്കും. എന്നിട്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അങ്ങനെയാണോ, അയ്യോ. ചിലരോടൊക്കെ ഫോൺ ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ. ആദ്യം വരുന്ന അയ്യോ. ലോകര് പറയുന്ന അതാണ്, അയ്യോ. സഹോദരൻ, ദൈവമക്കൾ ലോകരെ പോലെ ഏറ്റുപറയേണ്ടവരല്ല. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ജീവനുള്ള വചനമാണ്. ജീവനുള്ള വചനത്താൽ തന്നെ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ജീവനുള്ള വചനം കൊണ്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചെങ്കിൽ ആ വചനത്തിൻ്റെ സാന്നിധ്യം നമ്മിലുണ്ടെന്നാണ് വചനം പറയുന്നത്. ആ വചനത്തോട് ചേർന്ന് നിന്നാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലോ ആ ജീവനുള്ള വചനമോ അത് ഏറ്റുവാൻ തുടങ്ങും. എപ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു കഷ്ടം വരുമ്പോൾ, ആ വചനം ഏറ്റുമ്പോൾ ഹല്ലേലൂയ, ആ പ്രയാസത്തെ ഓവർകം ചെയ്യുവാൻ, ആ പ്രതികൂലത്തെ ഓവർകം ചെയ്യുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ എന്റെ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടുകയാണ്. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ, എങ്ങനെ? പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. അതിന് ഇടിച്ചു കളയുന്നല്ല പറയണേ, അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഒറ്റ കുതിപ്പ. ഹല്ലേലൂയ, ശത്രു വായി പൊളിച്ചോണ്ട് നിൽക്കോ. ഹല്ലേലൂയ, ദൈവവൈതൽ മറകര കിടക്കോ. ഹല്ലേലൂയ, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. വിടുവിച്ചത് പരാജയപ്പെടുവാനല്ല, നീ ആത്മീക പാനീയം കുടിച്ചത് പരാജയപ്പെടാനല്ല. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ അനുഗമിച്ച പാറയിൽ നിന്ന് നിനക്ക് നൽകിയത് നീ പരാജയപ്പെട്ട് പട്ടുപോകാനല്ല. ഹല്ലേലൂയ. ആ പാറയിൽ നിന്ന് കുടിച്ചവർ ജീവന്റെ ജീവൻ പ്രാപിച്ച, കൃപമേൽ കൃപ പ്രാപിച്ച ഹല്ലേലൂയ ശക്തിയോടെ കുതിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തിന് ഉടമയായി അങ്ങ് മാറണം. സ്തോത്രം. പക്ഷെ ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തന്നെയും പിന്നെയും തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അവിടെ ദൈവാത്മാവ് പറയുന്നത് ഹല്ലേലൂയ, കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതെന്ത് ചെയ്തു? ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് സംഭവിച്ചു. ആമേൻ. ഒരു സാദൃശ്യമായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുക? അത് വരച്ച് കാട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? അവർക്ക് വേണ്ടുന്നത് അതത് സമയങ്ങളിൽ ദൈവം നൽകി. ഒറ്റ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ പോയാൽ മതി. കാര്യം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അത്യാഗ്രഹം കുറേശ്ശെ കയറി. ഇത് പോരാ. ആദ്യം അവർ പറഞ്ഞു തേൻ കൂട്ടിയ ദോശയാണ്. ഓ, കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. സാരമില്ലാത്ത ആഹാരം. വചനം പറയുന്നത് അവർ ശക്തന്മാരുടെ അപ്പം തിന്നുന്നതാണ്. ദൂതന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് അവർക്ക് കൊടുത്തത്. ആ ഭക്ഷണം അവർ തിന്നത് കൊണ്ടാണ് അവരുടെ ശരീരത്തിൽ
ഒരു കുറവുമില്ലാത്ത നിലയിൽ അവരുടെ ശരീരം മാത്രമല്ല, അവർ ധരിച്ച വസ്ത്രം കൂടെ ജീർണിക്കാതെ വണ്ണം, കാലിലെ ചെരുപ്പ് തേയാതെ വണ്ണം ആ വചനം അല്ലെങ്കിൽ ആ മന്ന എന്ത് ചെയ്തു? അവർക്ക് പോഷകം നൽകി. പണം പിടിക്കാത്തവന്മാർ അത് നോക്കിയാൽ മാത്രം മതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. 30 വർഷമായി എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? ധരിച്ചുകൊണ്ട് വന്ന വസ്ത്രത്തിന് ഒരു കേട്, 30 വർഷമായിട്ട് ഒരു കേട് സംഭവിച്ചിട്ടില്ലെന്ന്. കാലിലിട്ടിരുന്ന ചെരുപ്പ് 30 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. ഏത് കമ്പനിയാ 30 വർഷം കേടുവരാത്ത ചെരുപ്പിന് ഗ്യാരണ്ടി ആയിട്ട് തരിക? ഈ ഭൂമിയിൽ ഏതെങ്കിലും കമ്പനി ഉണ്ടോ 30 വർഷം ഗ്യാരണ്ടി തരുന്ന? 30 അല്ല 40 വർഷം വരെ അവർ ധരിച്ചു, അത് വേറെ കാര്യം. ഞാൻ 30 വർഷത്തെ കണക്കങ്ങ് പറയുക. ഏതെങ്കിലും വസ്ത്രം 30 വർഷം സ്ഥിരം ഉപയോഗിച്ചിട്ട് കേടുവരാതിരിക്കുമോ? തലമുറയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വലിപ്പം കൂടുന്ന ഏതെങ്കിലും വസ്ത്രമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെന്ത് ചെയ്തിട്ടില്ല? ജീർണിച്ചു പോയില്ലെന്ന്, അതിന്റെ കളറ് മങ്ങിയില്ലെന്ന്, ഒരു മാറ്റവും വന്നില്ലെന്ന് എന്ന് ഇട്ട അവസ്ഥ എങ്ങനെയാണ്? പുതിയത് ഇട്ടെങ്കിൽ ആ പുതിയതുപോലെ എപ്പോഴും ഇരിക്കുകയാണെന്ന്. ഒന്നും കൂടെ ഞാൻ കടത്തി പറയുക, പുതിയ മണം പോയിട്ടില്ലെന്ന്. പുതിയ വസ്ത്രം മേടിക്കുമ്പോൾ ഒരു പുതുമയുടെ മണം ഉണ്ടല്ലോ, ആ മണം പോയിട്ടില്ലെന്ന്. എന്നിട്ടും അവർ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തോട് പിറുപിറുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെയാണ് പിന്നത്തേതിൽ ദൈവം എന്ത് ചെയ്തു? അവരെ നശിപ്പിച്ചു. സഹികെട്ടപ്പോഴാ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഒരു ഭാഗ്യകരമായ പദവിയിലേക്ക് കരം പിടിച്ച് കയറ്റി നിർത്തിയിരിക്കുകയാണ്. അത് ക്രിസ്തുവാകുന്ന പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പാറ ക്രിസ്തുവാണ്. ആ ബോധ്യമുണ്ടാകട്ടെ. അത് ഇളകാത്ത പാറയാ. ഹല്ലേലൂയ. അത് തകർക്കപ്പെട്ട പാറയാ. അത് ശോധന ചെയ്ത പാറയാ. അനേകരവരെ പരിശോധന നടത്തിയതാ. ഒരു കുറവും കണ്ടെത്താത്ത ഒരു പാറയെ നിന്നെ നിർത്തിയെങ്കിൽ ശക്തി തകരട്ടെ. ശത്രുവിന്റെ പദ്ധതികൾ തകരട്ടെ. അവന്റെ പ്രവർത്തികൾ തകരട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശം ശുദ്ധീകരിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ദൈവമഹത്വം കാണുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാം. വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മെ അറിയുന്നവനാണവൻ. നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ അറിയുന്നവനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ചേർന്ന് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് അരുതാത്തത് വായിൽ നിന്ന് വരാതെ, ഹല്ലേലൂയ, വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഇടയാകട്ടെ. അവിശ്വാസത്തിന്റെ വാക്കുകൾ നാം പറയരുത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് പിന്നെ ഇരുന്ന് നീ സ്തോത്രം പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതെന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സൂത്രമാ. ഹല്ലേലൂയ. നീ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ മുൻപിൽ വരുന്ന വിഷയങ്ങളുടെ മുന്നിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നീ ആശ്രയം വെച്ചതെന്ന്, നീ വിശ്വസിച്ചതെന്ന് ഒരു ബോധ്യം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. വിഷയം വരുമ്പോൾ നിനക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പറയണം, അപ്പാ
അവിടുത്തെ കൃപ എനിക്ക് വേണം. ഈ പ്രയാസത്തിന്റെ മുൻപിൽ എനിക്ക് നിൽക്കണം. ഇവിടെ പരാജയപ്പെടാൻ ഇടയാകരുത്. അവിടുത്തെ കൃപയുടെ കടാക്ഷം എന്നെ ചൊരിയണം. അവിടുത്തെ കരുണ എനിക്ക് വേണം. നീ പറയുവാൻ തയ്യാറായാൽ ആ പ്രതികൂലത്തിന്റെ മുന്നിൽ, ആ ആവശ്യത്തിന്റെ മുന്നിൽ, ആ വിഷയത്തിന്റെ മുന്നിൽ നിന്നെ നിർത്തുന്ന, നിന്നെ താങ്ങുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കരം കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം, ആ ആശ്രയമാണ് നമുക്ക് ആവശ്യം, ആ ഉറപ്പാണ് നമുക്ക് ആവശ്യം. നല്ല ഉറപ്പ്, നല്ല ധൈര്യവും ഉള്ളവരായിരിക്കാൻ ഇടയാകട്ടെ, ഇടയാകട്ടെ, ഇടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിനാൽ അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കുകയാ. അവകാശം പറയുവാൻ ശ്രമം നടത്തുന്ന ദുഷ്ടന്റെ എല്ലാ പദ്ധതികളുടെയോ ഇന്ന് പകല് ജയം പ്രഖ്യാപിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. പിന്നത്തേതിൽ ദൈവം അവരെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. കണ്ടെത്തി ഭക്ഷിച്ചാൽ അനുഗമിച്ച പാറയിൽ നിന്ന് കുടിച്ച വ്യക്തികളോട് ദൈവത്തിന് നീരസം തോന്നിയെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോന്നുവാൻ കാരണം. അവരുടെ അധരമാണ് അതിന്റെ കാരണം, അവരുടെ പ്രവർത്തികളാണ് അതിന് കാരണം. അതെന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഹല്ലേലൂയ. അതൊരു മുന്നറിയിപ്പാണ്, മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അവിടുത്തെ ശക്തിക്കായി സ്തോത്രം, അവിടുത്തെ പ്രവർത്തിക്കായി സ്തോത്രം, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ആ കൃപയുടെ മറവിൽ ഈ പകൽ ഞങ്ങൾ മറവിനാൽ കടന്നു വരികയോ, അവിടുന്ന് ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. ഈ ബലത്തോട് ഞങ്ങൾ പിരിയട്ടെ. അങ്ങയുടെ സാന്നിധ്യം എല്ലാവരും അനുഭവിപ്പാൻ ഇടയാകട്ടെ. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുക. പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ, അതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.